നമസ്കാരം എല്ലാവർക്കും. വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, നമ്മളിന്ന് ആക്ച്വലി എൻ്റെ ലൈക്ക് ഒറാക്കിൾ ബുക്ക് യൂസ് ചെയ്യാൻ പോവുകയാണ് ഞാൻ. ഇത് നമ്മുടെ റിലേഷൻഷിപ്പ് റീഡിങ്ങിന് ഇന്ന് ലവ് ഒറാക്കിളിൻ്റെ ഒരു ബുക്കാണ് എൻ്റെ കയ്യിൽ. ഓക്കെ, അപ്പോൾ ഇത് യൂസ് ചെയ്തിട്ട് നമുക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സ് വേണമെങ്കിൽ നോക്കാം. ആൻഡ് നമ്മുടെ റിലേഷൻഷിപ്പിൻ്റെ എനർജി നമുക്കതിൽ നിന്ന് നോക്കാം. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് ഞാനിപ്പോൾ എടുത്തിട്ടില്ല, ഞാൻ ആലോചിക്കുന്നേ ഉള്ളൂ. എന്തായാലും നമുക്ക് ഇതിൽ നിന്ന് തുടങ്ങാം, ബുക്ക് ഓഫ് ആൻസേഴ്സ് നിന്ന് തുടങ്ങാം. ആൻഡ് റിലേഷൻഷിപ്പിൻ്റെ ഒരു ക്വസ്റ്റ്യൻ എന്താ ഇപ്പോൾ ചോദിക്കുന്നത്? ഓക്കെ, നിങ്ങളുടെ പേഴ്സൻ്റെ ഫ്യൂച്ചറിലേക്കുള്ള ഇൻറ്റൻഷൻ എന്താണ് ചോദിക്കാം അല്ലേ. മുന്നോട്ട് അവരെന്താണ് നിങ്ങളുമായിട്ട് ആഗ്രഹിക്കുന്നത് എന്നുള്ള രീതിയിൽ നമുക്കൊന്ന് ചോദിക്കാം. അവർ കമ്മിറ്റ്മെൻറ്റ് തരുമോ എന്ന് നോക്കാം. ഓക്കെ, ആ ക്വസ്റ്റ്യൻ എടുക്കാം. ഓക്കെ, കമ്മിറ്റ്മെൻറ്റ് തരുമോ? നിങ്ങളുടെ പേഴ്സൺ കമ്മിറ്റഡ് ആവുമോ? നിങ്ങൾ തമ്മിലൊരു കമ്മിറ്റ്മെൻറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ മാരേജ് ആവണം എന്നില്ല, പക്ഷെ അറ്റ്ലീസ്റ്റ് ഓക്കെ മാരേജ് എന്ന് ചോദിക്കാൻ വേണമെങ്കിൽ ഓക്കെ മാരേജിൽ എൻഡ് ചെയ്യുമോ എന്ന് ചോദിക്കാം. നിങ്ങൾ തമ്മിൽ ഒന്നിച്ചൊരു ഫ്യൂച്ചർ ഉണ്ടോ എന്നുള്ളത് നോക്കാം നമുക്ക്. ഓക്കെ, അങ്ങനെ തന്നെ ഇരിക്കട്ടെ. ഓക്കെ, അതിന് നമുക്ക് നിങ്ങളുടെ മനസ്സിലുള്ള എന്തെങ്കിലും ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ നമുക്ക് ഇതിൽ നിന്ന് കൂടി നമുക്ക് ഗൈഡൻസ് എടുക്കാം. ആൻഡ് ടാരോന്നും നമുക്ക് ഗൈഡൻസ് ആയിട്ട് നോക്കാം. ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ കമ്മിറ്റ്മെൻറ്റ് തരുമോ എന്നുള്ളതാണ് ഇന്നത്തെ ക്വസ്റ്റ്യൻ. ഓക്കെ, ലെറ്റ്സ് സീ. ബൈ ദ വേ ഞാൻ പറയാൻ മറക്കും, ഞാൻ ചില സമയത്ത് കമൻറ്റ് ഞാൻ വായിക്കും, പക്ഷേ അപ്പോൾ ആ സമയത്ത് എനിക്ക് ചിലപ്പോൾ റിപ്ലൈ ഇടാനുള്ള ഒരു ഗ്യാപ്പില്ലാത്ത ഞാൻ ചിലപ്പോൾ ഉറങ്ങാൻ കിടക്കുക, അങ്ങനെ ജസ്റ്റ് ആ സമയത്തോ എപ്പോഴെങ്കിലുമൊക്കെ ആയിരിക്കും ചിലപ്പോൾ ഞാൻ എടുത്ത് നോക്കുക. സോ ചിലപ്പോൾ ഇങ്ങനെ നോക്കി നോക്കി ഞാൻ അങ്ങനെ ഉറങ്ങി പോവുക, അങ്ങനെയൊക്കെ ആവും. ഓക്കെ, അതുകൊണ്ട് ചില സമയത്ത് എനിക്ക് റിപ്ലൈ, അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും ജോലി ചെയ്യുന്നതിൻ്റെ ഇടയിലായിരിക്കും ചിലപ്പോൾ ഞാൻ ഇങ്ങനെ എടുത്ത് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. സോ എനിക്ക് ചില സമയത്ത് അവിടെ കമൻറ്റ് ഇടാൻ പറ്റാറില്ല. എന്നാലും എല്ലാവരെയും കമൻറ്റ്സ് ഞാൻ വായിക്കാറുണ്ട്. എന്നെ അസുഖമൊക്കെ ആയ സമയത്ത് എല്ലാവരും വിഷ് ചെയ്തൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിന്. എൻ്റെ ശരിക്കും പറഞ്ഞാൽ ഞാനൊരു അനൗൺസ്മെൻറ്റ് ചെയ്യാനുണ്ട്, ഞാനത് പിന്നെ ചെയ്യാം. ഒരു കാര്യത്തിൽ ഞാൻ ആക്ച്വലി പ്രത്യേകം ഞാൻ എടുത്തു പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് നിങ്ങൾക്ക് വേണ്ടി എനിക്ക് എവിടേക്കോ ഇരുന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് എന്നുള്ളത്, നിങ്ങളുടെയൊക്കെ മനസ്സിൽ ഞാനുണ്ട് എന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാം. ഓക്കെ, അതാണ് എനിക്ക് കിട്ടിയ ഒരു ബ്ലെസ്സിങ് എന്ന് പറഞ്ഞിട്ട് ഞാനിപ്പോൾ ഈ അടുത്ത് ഞാൻ ഒരു കാര്യത്തിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്നെ നമ്മൾ പറയില്ലേ, അറിയാതെ തന്നെ നമ്മൾ ചിലവരുടെ ജീവിതത്തിൽ നമ്മളൊരു പാർട്ടായി പോവുക, അവർ നമ്മളെ ഒരു ഫാമിലി ആയിട്ട് കണക്കാക്കുക, നമുക്ക് എന്തെങ്കിലും സംഭവിക്കുമ്പോഴേക്കും അവരും നമ്മുടെ കൂടെ ഉണ്ടാവുക എന്നൊക്കെ പറയുമ്പോൾ ഞാൻ നിങ്ങളെയൊക്കെ ഓർക്കുന്നുണ്ട് കേട്ടോ. അത് ഒരിക്കലും വിചാരിക്കരുത് ഞാൻ റിപ്ലൈ ഇട്ടില്ല, കമൻറ്റ് ഇട്ടില്ല, നോക്കിയില്ല എന്നൊന്നും പറഞ്ഞാൽ ഒന്നും വിചാരിക്കണ്ട. കാരണം അത് ജസ്റ്റ് നമ്മുടെ സമയങ്ങളുടെ ചില ഇഷ്യൂസ് കൊണ്ടാണ്. ഒന്നാമത് എൻ്റെ മോർണിംഗ് നൈറ്റിൻ്റെ ഒരു ഡിഫറൻസ്, അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് ചില സമയത്ത് അത് നോക്കാൻ വിട്ടുപോകുന്നത്. ഓക്കെ, അപ്പം ഞാൻ എൻ്റെ മനസ്സിൽ നിങ്ങളെല്ലാവരും ഉണ്ട്, നിങ്ങളൊക്കെ എൻ്റെ പ്രാർത്ഥനയിലുണ്ട്. ഞാനിത് ഓരോ റീഡിങ്ങും ചെയ്യുമ്പോൾ, റീഡിങ് കഴിയുമ്പോഴും ഞാൻ പറയുന്ന വല്ല നല്ല പോയിൻ്റൊക്കെ പറയുമ്പോൾ, നല്ല കാര്യങ്ങൾ പറയുമ്പോൾ ഞാൻ എപ്പോഴും വിചാരിക്കും എല്ലാവർക്കും ഇത് നടക്കണമെന്ന് ഞാൻ മനസ്സറിഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. എവിടെ പോകുമ്പോഴും ഇപ്പം എൻ്റെ മനസ്സിൽ നിങ്ങളെക്കുറിച്ചൊക്കെ ഉള്ള ചിന്തകളാണ്. അത് നിങ്ങൾ ആരാ എന്താ ഒന്നും എനിക്കറിയില്ല, എത്ര പേരാണ് അങ്ങനെ അല്ല, ഇത് വ്യൂ ചെയ്യുന്നവർ ആരായാലും, അത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടോ, ലൈക്ക് ചെയ്തിട്ടുണ്ടോ എന്നൊന്നും എനിക്ക് മാറ്ററില്ല, കമൻറ്റ് ചെയ്തിട്ടുണ്ടോ എന്നൊന്നും ഞാൻ നോക്കാറില്ല. പക്ഷേ എനിക്കെല്ലാവരും, നിങ്ങളിത് കാണുന്നവരെല്ലാവരും എൻ്റെ മനസ്സിൽ തീർച്ചയായിട്ടും ഒരു എൻ്റെ പ്രാർത്ഥനയിലുണ്ട്. ആൻഡ് അതുപോലെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി. ഓക്കെ, സോറി ഞാൻ ഒരുപാട് ലോങ് എടുക്കുന്നില്ല, നിങ്ങൾക്ക് ബോറാവും. ഓക്കെ, നമുക്ക് റീഡിങ്ങിലേക്ക് കിടക്കാം. ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ കമ്മിറ്റ്മെൻറ്റ് തരുമോ എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, നിങ്ങൾക്കൊക്കെ എന്തെങ്കിലുമൊക്കെ പോസിറ്റീവ് ഒരു ഇൻഫർമേഷൻ കിട്ടട്ടെ, എന്തെങ്കിലുമൊക്കെ പോസിറ്റിവിറ്റി നിങ്ങൾക്ക് വരട്ടെ, നിങ്ങളുടെ ലൈഫിൽ മാറ്റങ്ങൾ വരട്ടെ എന്നൊക്കെയാണ് എൻ്റെ ആഗ്രഹം. ഓക്കെ, അപ്പോൾ നമുക്ക് ഓക്കെ, നിങ്ങളുടെ മനസ്സിലൊരു ക്വസ്റ്റ്യൻ നിങ്ങൾ ആലോചിച്ചോളൂ. നിങ്ങളുടെ പേഴ്സണിനെ കുറിച്ച് എന്തെങ്കിലും ചോദിക്കണമെങ്കിൽ, സിറ്റുവേഷനെ കുറിച്ച് എന്തെങ്കിലും ചോദിക്കണമെങ്കിൽ നിങ്ങൾ ആലോചിച്ചോളൂ. ഞാൻ അപ്പോഴേക്കും എടുക്കാം. ഓക്കെ, ലെറ്റ്സ് സീ. ഓക്കെ, ദ ജിപ്സി സീസ് ദ ഇമേജ് ഓഫ് എ ഹെൽമെറ്റ്, ഡോണ്ട് ഗിവ് അപ്പ് നൗ എന്ന് പറയുന്നുണ്ട്. ഓക്കെ, നിങ്ങളോട് പറയുന്ന ഹെൽമെറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് പ്രൊട്ടക്ഷൻ ആണ് അല്ലേ. പ്രൊട്ടക്ഷൻ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ കണക്ഷൻ പ്രൊട്ടക്റ്റഡ് ആണ് എന്ന് പറയാം. നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും സെപ്പറേഷൻ വന്നു, ഫൈറ്റ് ഉണ്ടായി, അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ ചെറിയ അകൽച്ചയുണ്ട്, അവർ നിങ്ങളെ ബ്ലോക്ക് ചെയ്തു, പോയി സംസാരിക്കുന്നില്ല, എന്ത് തന്നെ ഉണ്ടായാലും ശരി. ഓക്കെ, നിങ്ങൾ തമ്മിൽ സെപ്പറേറ്റഡ് ആണ്, ഈവൻ അല്ല സെപ്പറേറ്റഡ് അല്ല, നിങ്ങൾ തമ്മിൽ സംസാരിക്കുമ്പോൾ എന്തെങ്കിലും വാക്ക് തർക്കം ഉണ്ടാവുന്നുണ്ട്, എന്ത് തന്നെ വന്നാലും ശരി, നിങ്ങളോട് പറയുന്നത് ഇപ്പം നിങ്ങൾ പ്രൊട്ടക്റ്റഡ് ആണ്, കുഴപ്പമില്ല, നിങ്ങളിത് ഗിവ് അപ്പ് ചെയ്യണ്ട എന്ന രീതിയിലാണ്. നിങ്ങൾക്കിത് നിർത്തി പോകണം എന്നൊക്കെ നിങ്ങളുടെ മനസ്സിൽ വരുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തൽക്കാലം അത് ഗിവ് അപ്പ് ചെയ്യണ്ട എന്നാണ് പറയുന്നത്. നിങ്ങൾ പ്രൊട്ടക്റ്റഡ് ആണ്. ഈവൻ ചില നമ്മൾ പറയില്ലേ, എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വരുന്നത് പോലും അത് എന്തെങ്കിലും കാര്യങ്ങളെ മുന്നോട്ട് നല്ലതാക്കാൻ വേണ്ടിയിട്ടായിരിക്കാം. ഓക്കെ, സോ നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട. ഇപ്പോൾ നിങ്ങളുടെ കാര്യങ്ങൾ ഇപ്പോൾ ഗിവ് അപ്പ് ചെയ്യേണ്ട സമയമല്ല, ഇത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കൂ. നിങ്ങൾ പ്രൊട്ടക്റ്റഡ് ആണ് എന്നാണ് പറയുന്നത്. നിങ്ങളുടെ കണക്ഷൻ പ്രൊട്ടക്റ്റഡ് ആണ്, നിങ്ങൾ പ്രൊട്ടക്റ്റഡ് ആണ്. ഓക്കെ, എന്ന് വെച്ചാൽ പ്രൊട്ടക്റ്റഡ് എന്ന് പറയുമ്പോൾ എന്താണ് അർത്ഥം? നിങ്ങളുടെ ബന്ധത്തിന് ഒന്നും സംഭവിക്കില്ല,
ഒരു തകരാറും വരില്ല. ഓക്കെ, ചില ഫൈറ്റൊക്കെ വന്നു പോയാലും നിങ്ങൾ പേടിക്കേണ്ട കാര്യമില്ല, അത് ശരിയായിക്കോളും, അതെന്തെങ്കിലും ബെറ്റർ ആവാനുള്ളതാണ് എന്നുള്ള അർത്ഥം. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ കൂടെ നമുക്ക് നോക്കാം. അപ്പം നിങ്ങളുടെ മനസ്സിൽ ഇപ്പം എന്തെങ്കിലും അവർ നിങ്ങളോട് സംസാരിക്കുന്നില്ല, അങ്ങനെ എന്തെങ്കിലും നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ അത് പേടിക്കേണ്ട, അത് ചെറിയൊരു താൽക്കാലികമായ ഒരു അകൽച്ച മാത്രമാണ് എന്നാണ്. ഓക്കെ, ഇവിടെ ഒരു ക്വസ്റ്റ്യൻ കൂടി എടുത്തളയാം. നിങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ടെങ്കിൽ അതിൻ്റെ ഒരു ആൻസർ കൂടി. ഓക്കെ, യു ഹാവ് സെലക്റ്റഡ് ദ ഏസ് ഓഫ് പെൻഡിക്കിൾസ് കാർഡ്. സൂപ്പർ. ഡു നോട്ട് അലൗ യുവർ ലവ് ടു ബി ബോട്ട് എന്ന് പറയുന്നുണ്ട്. ഓക്കെ, ഏസ് ഓഫ് പെൻഡിക്കിൾസ് ആക്ച്വലി നമ്മൾ പറയുന്നത് സാധാരണ ഒരു കമ്മിറ്റ്മെൻ്റ് കാർഡാണ്. ഓക്കെ, കമ്മിറ്റ്മെൻറ്റ് എന്ന രീതിയിലാണ് നമ്മൾ പറയുക. ആക്ച്വലി ഇന്നത്തെ ക്വസ്റ്റ്യൻ നമ്മുടെ അങ്ങനെയാണ്, കമ്മിറ്റ്മെൻറ്റിനെ കുറിച്ചാണ് അല്ലേ. കമ്മിറ്റ്മെൻറ്റ് തരുമോ നിങ്ങൾക്ക് എന്നുള്ള രീതിയിലാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇവിടെ ആക്ച്വലി ശരിക്കും പറഞ്ഞാൽ ഇത് പറയേണ്ടത് കമ്മിറ്റ്മെൻറ്റ് കിട്ടും എന്നാണ്. പക്ഷെ ഇവിടെ മെസ്സേജ് അനുസരിച്ചിട്ട് ഡു നോട്ട് അലൗ യുവർ ലവ് ടു ബി ബോട്ട് എന്ന് പറയുന്നുണ്ട്. ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ നിങ്ങളെ സോപ്പിട്ടിട്ട് വല്ല ഗിഫ്റ്റൊക്കെ തന്ന് സമാധാനിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ വേണ്ട, അതിലൊതുങ്ങണ്ട എന്നുള്ളൊരു വാർണിംഗ് ആയിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. ഓക്കെ, കമ്മിറ്റ്മെൻറ്റ് പ്രോപ്പറായിട്ട് കമ്മിറ്റ്മെൻറ്റ് തന്നെ തരട്ടെ എന്ന രീതിയിൽ. ഓക്കെ, അങ്ങനെ എടുക്കാം നമുക്ക്. ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ കമ്മിറ്റ്മെൻറ്റ് തരും. ഓക്കെ, ആദ്യം നിങ്ങളെ ജസ്റ്റ് ഒന്ന് സമാധാനിപ്പിക്കാൻ വേണ്ടി വല്ല ഗിഫ്റ്റൊക്കെ തന്ന് ഒന്ന് സോപ്പിട്ട് വലുതൊക്കെ പറഞ്ഞ് നിങ്ങളെ ഇതാക്കാൻ നോക്കുന്നുണ്ടെങ്കിൽ അതിൽ ഒതുങ്ങണ്ട. നിങ്ങൾ പേജ് ഓഫ് പെൻഡിക്കിൾസിൽ ഒതുങ്ങണ്ട, നിങ്ങൾ ഏസ് ഓഫ് പെൻഡിക്കിൾസിൽ ഒതുങ്ങിയാൽ മതി, മാത്രം സ്വീകരിച്ചാൽ മതി. ഓക്കെ, എന്ന് വെച്ചാൽ പേജ് ഓഫ് പെൻഡിക്കിൾസ് എന്ന് പറയുമ്പോൾ നമ്മൾ ചെറിയൊരു ഓഫറുമായിട്ട് വരിക, ഒരു മെസ്സേജുമായിട്ട് വരിക, ഒരു കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ഒരു ചെറിയൊരു ഗിഫ്റ്റ് എന്നൊക്കെ പറയും. ഓക്കെ, അത് ചെറിയൊരു കാര്യമാണ്, അത് പോരാ, നമുക്ക് കമ്മിറ്റ്മെൻറ്റ് തന്നെ വേണം എന്ന് പറഞ്ഞ് നിങ്ങൾ കൂടി അത് മാത്രം സ്വീകരിച്ചാൽ മതി എന്നാണ് പറയുന്നത്. ഓക്കെ, അങ്ങനെ നിങ്ങളുടെ പേഴ്സൺ തരുമ്പോൾ മാത്രം നിങ്ങൾ അതിലേക്ക് തിരിച്ച് വീണ്ടും അറ്റാച്ച്ഡ് ആയാൽ മതി എന്ന രീതിയിൽ ഒരു അഡ്വൈസ് ആയിട്ട് എടുക്കാം. ഓക്കെ, സോ കമ്മിറ്റ്മെൻറ്റിൻ്റെ കാര്യമായിരുന്നു നമ്മൾ ചോദിച്ചത്. അപ്പോൾ നിങ്ങൾക്ക് കമ്മിറ്റ്മെൻറ്റ് വരും എന്ന് തന്നെയാണ്, പക്ഷെ നിങ്ങളത് വേണ്ടി വെയിറ്റ് ചെയ്യാം. ഓക്കെ, നിങ്ങൾ അവർ അതിന് മുമ്പ് വേറെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് നിങ്ങളെ സോപ്പിട്ട് തൽക്കാലം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ സമ്മതിക്കേണ്ട എന്നാണ്. ഓക്കെ ഓക്കെ നമ്മുടെ കാർഡ്സിൽ നിന്ന് എന്താ വരുന്ന മെസ്സേജ് നോക്കാം. ഇന്നത്തെ എനർജി, നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ എനർജി, നിങ്ങളുടെ പേഴ്സൺ കമ്മിറ്റ്മെൻറ്റ് തരുമോ എന്ന രീതിയിൽ നമുക്കൊന്ന് നോക്കാം. ഒരു ഫ്യൂച്ചറിലേക്ക് നമുക്കൊരു കമ്മിറ്റ്മെൻറ്റ് അവരുടെ അടുത്ത് നിന്ന് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുമോ? ഓക്കെ, ഓക്കെ, കിങ് ഓഫ് പെൻഡിക്കിൾസ്, ടെൻ ഓഫ് സോർഡ്സ്, എംപ്രസ്, ദ ഫൂൾ. യൂണിവേഴ്സ് നമ്മളുമായിട്ട് കണക്ട് ചെയ്യുകയാണ് എന്നുള്ള സൈനാണ്, നമ്മുടെ ക്വസ്റ്റ്യനുമായിട്ട് കണക്ട് ചെയ്യുകയാണ്. യൂണിവേഴ്സ് നമ്മുടെ ചോദ്യത്തിന് ഉത്തരം കൃത്യമായിട്ട് തരുന്നുണ്ട് എന്നാണ്. ഓക്കെ, പറയാം. ഓക്കെ, പറയാൻ തുടങ്ങാം ഞാൻ. ഇവിടെ കിങ് ഓഫ് പെൻഡിക്കിൾസ് ആദ്യം തന്നെ എന്ന് വെച്ചാൽ ഒരു കമ്മിറ്റ്മെൻറ്റ് തരുന്ന വ്യക്തി എന്നാണ്. ഓക്കെ, നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ ലൈഫിൽ ഒരു വ്യക്തി, ഇപ്പോൾ ഉള്ള വ്യക്തി നിങ്ങൾക്ക് കമ്മിറ്റ്മെൻറ്റ് തരുമെന്ന് പറയാം. ഓക്കെ, അല്ലെങ്കിൽ വേറൊരു വ്യക്തി നിങ്ങളുടെ ലൈഫിൽ വരും, അവർ കമ്മിറ്റ്മെൻറ്റ് തരുന്ന ഒരാളായിരിക്കും എന്ന് പറയാം. ഞാൻ ആക്ച്വലി എന്തുകൊണ്ടാണ് പുതിയ ആളെ പറ്റി പറഞ്ഞതെന്ന് എനിക്കറിയില്ല, എൻ്റെ മനസ്സിലങ്ങനെ തോന്നിച്ചു, ഞാനത് പറഞ്ഞു. ഓക്കെ, ഈ ആളിപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു, നിങ്ങൾ ആരെങ്കിലും ഇപ്പോൾ ജസ്റ്റ് ഒരു എന്തെങ്കിലും ഗിഫ്റ്റ് തന്നിട്ടൊക്കെ നിങ്ങളെ സോപ്പിടാൻ നോക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആക്സെപ്റ്റ് ചെയ്യണ്ട എന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ അതിൻ്റെ അർത്ഥം ഒന്നുമില്ലെങ്കിൽ ആ പേഴ്സൺ തന്നെ നിങ്ങളെ മെച്ചുവേർഡായിട്ട് അവർ നിങ്ങൾക്ക് കമ്മിറ്റ്മെൻറ്റ് തരും എന്നായിരിക്കും. അല്ലെങ്കിൽ വേറൊരു വ്യക്തി നിങ്ങൾ അങ്ങനെ മാത്രം സ്വീകരിച്ചാൽ മതി എന്നാണ് പറയുന്നത്. നിങ്ങളോടത്ത് അങ്ങനെ കമ്മിറ്റഡ് ആയിട്ട് നിൽക്കുന്ന വ്യക്തിയെ മാത്രം നിങ്ങൾ സ്വീകരിച്ചാൽ മതി എന്നായിരുന്നു ആ ആൻസർ. ഓക്കെ, അതുകൊണ്ടാണ് ഞാനത് രണ്ടും പറഞ്ഞത്. ഒന്നുമില്ലെങ്കിൽ ഈ വ്യക്തി തന്നെ മെച്ചുവേർഡായിട്ട് ഇപ്പോൾ നിങ്ങളുടെ ലൈഫിലുള്ള വ്യക്തി തന്നെ മെച്ചുവേർഡായിട്ട് നിങ്ങൾക്കൊരു കമ്മിറ്റ്മെൻറ്റ് തരും. ഓക്കെ, മാരേജിൻ്റെ ഓഫർ തരും. അത് കിങ് ആവാം, ക്വീൻ ആവാം. ഓക്കെ, ലേഡീസ് ആണെങ്കിൽ നിങ്ങൾ അങ്ങോട്ട്, ലേഡീസ് ആകുമ്പോൾ അവരിങ്ങോട്ട് കമ്മിറ്റ്മെൻറ്റ് തരുന്നതല്ല, പക്ഷെ നിങ്ങളുടെ കമ്മിറ്റ്മെൻറ്റ് സ്വീകരിക്കാൻ അവർ നിങ്ങളോട് കമ്മിറ്റഡ് ആവും എന്ന് പറയാം. ഓക്കെ, മാരേജിന് തയ്യാറാവും എന്ന് പറയാം. സോ അതിനെക്കുറിച്ച് ആക്ച്വലി അങ്ങനെ ഒരു കമ്മിറ്റ്മെൻറ്റ് തരാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ പേഴ്സണും ആലോചിക്കുന്നുണ്ട്, അവർക്കും സ്ട്രെസ് ഉണ്ട് എന്ന് പറയാം. അവരതിനെക്കുറിച്ച് ഓർത്ത് എങ്ങനെയാണ് ഒരു കമ്മിറ്റ്മെൻറ്റിലേക്ക് പോവുക, എങ്ങനെയാണ് നമ്മൾ മീൻസ് അവരൊരു അങ്ങനെ നമ്മളൊരു മാരേജ് എന്ന രീതിയിലേക്കൊക്കെ ആലോചിക്കാൻ തുടങ്ങുമ്പോൾ നമ്മൾ എങ്ങനെ ചെയ്യും എന്നൊക്കെ ഒരു ചെറിയ ചിന്തകൾ ഉണ്ടാവുമല്ലോ അല്ലേ. കാരണം നിങ്ങൾ ഐ തിങ്ക്
ഓക്കെ, നിങ്ങളെ ഒരു വൈഫാക്കാൻ അവർ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളെ ഒരു വൈഫായിട്ട് വൈഫ് അല്ലെങ്കിൽ ഹസ്ബൻഡ് രണ്ടും മാറി മാറി പ്ലീസ് എടുക്കുക. ഞാൻ പറയുമ്പോൾ അങ്ങനെ എൻ്റെ മനസ്സിൽ അങ്ങനെ ഒരു ഇത് വരികയാണ്. അപ്പം നിങ്ങളെ കാണുന്നത് അവരൊരു വൈഫ് മെറ്റീരിയൽ ആയിട്ടാണ്. നിങ്ങളെ കാണുന്നത് ഒരു വൈഫ് മെറ്റീരിയൽ എന്ന് പറയുമ്പോൾ മീൻസ് ഒരു മാരേജ് മെറ്റീരിയൽ ആയിട്ട്. ഓക്കെ, ഹസ്ബൻഡും ആവാം വൈഫും ആവാം. നമ്മൾ നമ്മൾ കല്യാണം കഴിച്ച് കഴിഞ്ഞാൽ നമ്മൾ രണ്ടുപേരും തമ്മിൽ നല്ലൊരു ഫ്യൂച്ചർ ഉണ്ടാവും. നമ്മൾ ഹസ്ബൻഡായിട്ടോ വൈഫായിട്ടോ അവർ നല്ലൊരു പേഴ്സൺ ആയിരിക്കും എന്ന് നിങ്ങളുടെ പേഴ്സണിൻ്റെ മനസ്സിൽ തോട്ടുണ്ട്. ഓക്കെ, അതുകൊണ്ട് തന്നെ അവരൊരു ഫൂൾ എന്ന് പറയുമ്പോൾ ന്യൂ ബിഗിനിങ് ആയിട്ട് അവർ തുടങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളുമായിട്ട് ഒരു റിസ്ക് എടുത്തൊരു മുന്നോട്ടൊരു ഫ്യൂച്ചർ അവർ ആഗ്രഹിക്കുന്നുണ്ട്. റിസ്ക് തന്നെയാണ് അല്ലേ? നമ്മൾ ഒരു വ്യക്തിയുമായിട്ട് നമ്മൾ മാരേജ് ചെയ്ത് നമ്മൾ മുന്നോട്ട് പോകാന്ന് പറഞ്ഞാൽ റിസ്ക് തന്നെയാണ്. കാരണം നമുക്ക് മുന്നോട്ട് ഉണ്ടാവുന്നത് നമുക്ക് വലിയ ഓക്കെ നമ്മൾ കുറച്ചൊക്കെ മനസ്സിലാക്കും, എന്നാലും ഒന്നിച്ച് ജീവിക്കുമ്പോഴുള്ള കാര്യങ്ങൾ കുറച്ച് റിസ്ക് തന്നെയാണ്. ഓക്കെ, അതെല്ലാ ബന്ധത്തിലും ഉള്ളതാണ്. സോ അങ്ങനെ അവർ പക്ഷെ ആ റിസ്ക് എടുത്തിട്ടായാലും അവർ നിങ്ങളെ കൂടെ വേണം എന്ന രീതിയിൽ അവർക്ക് മനസ്സിലുണ്ട്. ഇതിവിടെ ഒരു നമ്മൾ തടസ്സമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്ന ഒരു വ്യക്തി. ഓക്കെ, ഇത് ഒന്ന് ക്ലാരിഫൈ ചെയ്തേക്കാം. ആക്ച്വലി ഇത് ഞാൻ ജസ്റ്റ് നോക്കിയത് ആരെങ്കിലും നിങ്ങളുടെ തടസ്സമാണോ എന്നാണ്. യെസ്, ആക്ച്വലി ഒരു തടസ്സമായിട്ടാണ് എനിക്ക് കാണുന്നത്. നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് തടസ്സമുണ്ട്. അത് കിങ് ഓഫ് സോർട്സ് ആണ് ഇവിടെ കാണുന്നത്, വേറൊരു പേഴ്സൺ എന്ന രീതിയിൽ. ഓക്കെ, ഒന്നുമില്ലെങ്കിൽ നിങ്ങൾ മാരീഡ്, നിങ്ങളുടെ പേഴ്സൺ മാരീഡ്, അങ്ങനെ വല്ലതുമൊക്കെ ആണെങ്കിൽ ഇതൊരു ഹസ്ബൻഡ് അല്ലെങ്കിൽ ഒരു വൈഫ് എന്ന രീതിയിൽ നമുക്ക് എടുക്കാം. അങ്ങനെ ആരോ ഇതിൽ തടസ്സമുണ്ട് എന്ന് കാണുന്നുണ്ട്. ഓക്കെ, അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ ടെൻഷനുള്ളത്. അല്ല എന്നുണ്ടെങ്കിൽ തന്നെ നിങ്ങളുടെ ലൈഫിൽ ചിലപ്പോൾ നിങ്ങളുടെ പാരൻസ്, അച്ഛൻ അല്ലെങ്കിൽ അങ്ങനെ ആരെങ്കിലുമൊക്കെ നിങ്ങളുടെ വീട്ടിൽ വേറെ ആരെങ്കിലും ചിലപ്പോൾ ആ ഒരു ലെവലിൽ നിൽക്കുന്ന മീൻസ് എല്ലാവരും അവരുടെ വാക്ക് കേൾക്കുന്ന ഒരു കൺട്രോളുള്ള ഒരാൾ നിങ്ങളുടെ ഫാമിലിയിൽ എല്ലാവരും നമ്മൾ പറയില്ലേ, അച്ഛനായാലും അമ്മയായാലും അവരുടെ വാക്ക് കേട്ടിട്ടേ കാര്യങ്ങൾ ചെയ്യൂ എന്നൊക്കെ പറയുമല്ലോ, ആ രീതിക്ക് ഒരു വ്യക്തിയായിരിക്കാം. അങ്ങനെ ആരോ ഇതിൽ നിങ്ങളുടെ ബന്ധത്തിൽ താല്പര്യമില്ലാത്ത ആരോ ഉണ്ട്, തടസ്സം എന്ന രീതിയിലാണ്. പക്ഷെ എന്നാലും മുന്നോട്ട് നിങ്ങൾ തമ്മിൽ ഒരു ഫ്യൂച്ചറിൽ മാരേജ് എന്ന രീതിക്ക് തന്നെയാണ് എനിക്ക് കാണുന്നത്. 6 ഓഫ് സോർട്സ് പറയുമ്പോൾ നിങ്ങൾ മുന്നോട്ട് ഒരു ഫ്യൂച്ചർ ഒരു സ്മൂത്തായിട്ട് പീസ്ഫുള്ളായിട്ട് മുന്നോട്ട് പോകും എന്ന് തന്നെയാണ്. ഓക്കെ, നിങ്ങൾ ആഗ്രഹിച്ചിട്ട് ഐ തിങ്ക് മുൻപ് നിങ്ങൾക്ക് വല്ല ഹാർട്ട് ബ്രേക്സ് ഒക്കെ വന്നിട്ടുണ്ടാവാം, അങ്ങനെയും പറയാം. ഓക്കെ, അല്ലെങ്കിൽ ഇവിടെ നിങ്ങൾ ആഗ്രഹിച്ച് നടക്കില്ല എന്ന് നിങ്ങൾ കരുതി കാണാം. ഓക്കെ, നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവും ഇത് നടക്കില്ല, ഇത് മുന്നോട്ട് നടക്കാൻ ഒരു ചാൻസും ഇല്ല എന്ന് പറഞ്ഞ് നിങ്ങൾ ഓൾമോസ്റ്റ് ഗിവ് അപ്പ് ചെയ്തിട്ടുണ്ടാവാം. നിങ്ങൾ വളരെ ഹാർട്ട് ബ്രേക്ക് കൂടെ കടന്നു പോയിട്ടുണ്ടാവും. പക്ഷേ ആ ഒരു ആഗ്രഹം, നിങ്ങളുടെ ഒരു ആഗ്രഹം നടക്കുന്നു എന്നാണ്. ഓക്കെ, നടക്കാൻ പോകുന്നു. ഞാൻ്റെ ഇവിടെ നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവും അതിൽ ഗ്രോത്ത് ഇല്ല, ഈ റിലേഷൻഷിപ്പ് വളരില്ല, ഇതിൽ മുന്നോട്ടൊരു ഫ്യൂച്ചർ ഇല്ല എന്നൊക്കെ തോന്നുന്നു, കമ്മിറ്റ്മെൻറ്റ് കിട്ടില്ല എന്നൊക്കെ നിങ്ങൾ കരുതിയിട്ടുണ്ടാവാം. പക്ഷെ അതിലൊരു മാറ്റമാണ് ഇവിടെ കാണുന്നത് എനിക്ക്. ഓക്കെ, നിങ്ങളുടെ പേഴ്സണിൻ്റെ മനസ്സിൽ ഒരു മാറ്റം വരുന്നതായിരിക്കാം. ഓക്കെ, കമ്മിറ്റ്മെൻറ്റ് തരുന്നതായിട്ട് തന്നെയാണ് ഡെഫിനറ്റ്ലി. ഏസ് ഓഫ് പെൻറ്റക്കിൾസ് ഓൾറെഡി കിങ് ഓഫ് പെൻറ്റക്കിൾസ് ഓൾറെഡി വന്നു കഴിഞ്ഞു. സോ ഇവിടെ പേഴ്സൺ കമ്മിറ്റ്മെൻറ്റ് തരുന്ന ഒരു ആളായിട്ടാണ് ഇവിടെ കാണുന്നത്. ഓക്കെ, മുന്നോട്ട് മാരേജ് വേണം എന്നൊക്കെ തന്നെയാണ്. സോ ഓക്കെ, ലേശം കൺഫ്യൂഷൻ ഉണ്ട്. ഓക്കെ, ബ്ലോക്കേജസ് ആണ് ഇപ്പോൾ ഇതിവിടെ കാണുന്നത് എനിക്ക്. ഓക്കെ, ചില ബ്ലോക്കേജസ് ആണ്. ഓക്കെ, അഗെയിൻ തേർഡ് പാർട്ടി കാർഡ് ഇവിടെ ഉണ്ട്. സോ ചിലവർ മാരീഡ് സിറ്റുവേഷനൊക്കെ ആണെങ്കിൽ ഞാൻ ഓൾറെഡി പറഞ്ഞു, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഇവിടെ നമുക്ക് കാണുന്നുണ്ട്. ആൻഡ് ഇവിടെ നിങ്ങളുടെ പേഴ്സൺ ചിലപ്പോൾ കൺഫ്യൂഷൻ ഉണ്ടാവാം അവരുടെ ലൈഫിൽ, ലൈക്ക് 2 സിറ്റുവേഷൻ ജഗിൾ ചെയ്യുന്നുണ്ടാവും ഇപ്പോൾ. അപ്പോൾ ഒന്നിനെ വിട്ടിട്ട് വേണമായിരിക്കും നിങ്ങൾക്കൊരു കമ്മിറ്റ്മെൻറ്റ് തരാൻ അല്ലേ. അപ്പോൾ അതിൻ്റേതായ ചില കൺഫ്യൂഷൻസ് നടക്കുന്നുണ്ട്, ചില തോട്ട്സ് നടക്കുന്നുണ്ട് അവരുടെ ഉള്ളിൽ. പേടികളുണ്ട് അവർക്ക്. ഓക്കെ, പേടികളുണ്ട്, ഫിയേഴ്സ് ഉണ്ട്, ചില നഷ്ടങ്ങൾ വരുമോ എന്നുള്ള പേടിയുണ്ട് അവർക്ക്. എന്തെങ്കിലുമൊക്കെ അവരുടെ ലൈഫിൻ്റെ സ്റ്റെബിലിറ്റി നഷ്ടപ്പെടുമെന്നായിരിക്കാം. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങളെ നഷ്ടപ്പെടുമോ എന്നുള്ള പേടികളായിരിക്കാം. എല്ലാം ഉണ്ട് അവരുടെ മനസ്സിൽ. പക്ഷേ സമയം ഇവിടെ മാറി വരുന്നു എന്നുള്ള വീൽ ഓഫ് ഫോർച്യൂൺ പറയുന്നത് സമയം മാറി വരുന്നു. ഈ ഒരു സിറ്റുവേഷൻ, ഈ ഒരു ടെൻഷൻ, കൺഫ്യൂഷൻസ്, അങ്ങനത്തെ കാര്യങ്ങൾ അതിൽ നിന്ന് പുറത്ത് വന്ന് ഒരു മാറ്റം വരുന്നു എന്ന രീതിയിലാണ്. ഓക്കെ, ആൻഡ് ഇത് നല്ല മാറ്റമായിരിക്കും. അപ്പോൾ അതായത് ഇവിടെ പാസ്റ്റിൽ എന്തായിരുന്നോ അത് മാറിയിട്ട് വരുമ്പോൾ എന്താവും, നമ്മുടെ പുതിയ ഫ്യൂച്ചറിലേക്ക് നല്ലത് വരുമെന്നാണ്. പാസ്റ്റിൽ മോശമായിരുന്നെങ്കിൽ ഇനി മുന്നോട്ട് ഫ്യൂച്ചർ നല്ലതാവുമെന്ന് പറയാം. ഓക്കെ, വീൽ ഓഫ് ഫോർച്യൂണിൻ്റെ അടുത്ത് യെസ് കിങ്, നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസ് അത് തന്നെയാണ്. 7 ഓഫ് സോർഡ്സ്, 8 ഓഫ് വാൻഡ്സ്, ജസ്റ്റിസ്. ഓക്കെ, ആക്ച്വലി ഇതാണ് ഇവിടെ എനിക്ക് അപ്പോഴും നേരത്തെ പറഞ്ഞ കാർഡുമായിട്ട് എനിക്കൊരു ചെറിയ നമ്മുടെ ആൻസറുമായിട്ടൊരു ചെറിയൊരു കണക്ഷൻ ഫീൽ ചെയ്യുന്നുണ്ട്. നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസ് ആണ്. ഓക്കെ, കിങ് ഓഫ് പെൻറ്റക്കിൾസിൻ്റെ ലെവലിലാണ് അവർ നിൽക്കുന്നത്. ഓക്കെ, പക്ഷേ ഇപ്പോൾ ഈ ഒരു കൺഫ്യൂഷനും പ്രശ്നങ്ങളും കാരണം മേ ബി അവർ ഇപ്പോൾ നിങ്ങൾക്ക് ഇനി വരാൻ പോകുന്ന തൊട്ടടുത്ത ഫ്യൂച്ചറിൽ അവർ നിങ്ങൾക്കൊരു ടോട്ടൽ കമ്മിറ്റ്മെൻറ്റ് ചിലപ്പോൾ തരില്ലായിരിക്കും. എന്ന് വെച്ചാൽ
എന്ന് വെച്ചാൽ ഒരു മാരേജ് കമ്മിറ്റ്മെൻറ്റ് എന്ന രീതിയിൽ ചിലപ്പോൾ വരില്ലായിരിക്കാം. ഓക്കെ, കുറച്ചുകൂടി ഇത് ഹിഡൻ ആക്കി വെച്ച് അവർ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കാം എന്ന രീതിയിലാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഹിഡൻ ആക്കി തന്നെ കുറച്ച് കാലം കൂടി മുന്നോട്ട് വെക്കാൻ ശ്രമിക്കാം എന്നാണ് എനിക്ക് തോന്നുന്നത്. അതിലൊരു നെഗറ്റീവായിട്ടല്ല ഞാൻ പറയുന്നത്, കാരണം അവർക്ക് ഇനിയും കാര്യങ്ങൾ ശരിയാക്കാനുണ്ട്, അവരുടെ ലൈഫ് ശരിയാക്കാനുണ്ട്. നിങ്ങളുടെ ഭാഗത്തായിരിക്കാം, അവരുടെ ഭാഗത്തായിരിക്കാം. അവർ ഫ്രീ ആയിട്ട് അവർ ലൈഫ് നിങ്ങളുമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ ഉള്ള അവർ ഫ്രീ ആവണം എന്നുള്ള ചില സാഹചര്യങ്ങൾ ഉണ്ടാവാം. അപ്പം അതുകൊണ്ട് തന്നെ അവർ നിങ്ങളോട് തൽക്കാലം കുറച്ച് ഒരു ചെറിയൊരു ഓഫർ തന്നിട്ട്, ഒരു ചെറിയൊരു കമ്മിറ്റ്മെൻറ്റ് തന്നിട്ട് ചിലപ്പോൾ ഇങ്ങനെ കുറച്ച് കാലം കൂടെ ഇങ്ങനെ ഹൈഡ് ചെയ്ത് കൊണ്ടുപോകാൻ ശ്രമിക്കാം. ഓക്കെ, അപ്പോൾ അതിനാണ് നേരത്തെ നമ്മൾ ഇത് പറഞ്ഞത്, ബുക്കിൽ വന്നത് ഫുൾ കമ്മിറ്റ്മെൻ്റ് അല്ലാതെ വേറെ ചെറിയ ഇതൊന്നും സ്വീകരിക്കേണ്ട എന്നുള്ള രീതിയിൽ. എന്നാലും ഓക്കെ, സാഹചര്യത്തിനനുസരിച്ച് നിങ്ങൾ തീരുമാനം എടുക്കാം. ഓക്കെ, ക്വീൻ ഓഫ് കപ്സ്, 8 ഓഫ് കപ്സ്, 9 ഓഫ് സോൾസ്. ഓക്കെ, നിങ്ങളുടെ കയ്യിൽ ആക്ച്വലി ഡിസിഷൻ നിങ്ങളുടെ കയ്യിലുണ്ടെന്ന് എനിക്ക് പറയാൻ തോന്നുന്നുണ്ട്. ഈ റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് തീരുമാനിക്കാം. ഇങ്ങനെ അവർ വെറും ഒരു നൈറ്റ് ഓഫ് പെൻഡിക്കിൾസ്, അതായത് അങ്ങനെ ഒരു ഓഫർ നിങ്ങൾക്ക് തരുവാണെങ്കിൽ ഇത് നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്യണോ വേണ്ടേ എന്നുള്ളത് നിങ്ങൾക്ക് തീരുമാനിക്കാം. ഓക്കെ, അത് നിങ്ങളുടെ കയ്യിലൊരു ഓപ്ഷൻ വരുന്നതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. ഓക്കെ, അങ്ങനെ നിങ്ങളുടെ പേഴ്സൺ വെറും ഒരു ചെറിയ കമ്മിറ്റ്മെൻറ്റ് പോലെ മാത്രം തന്നാൽ നിങ്ങൾ അതിലങ്ങനെ പറ്റുവാണെങ്കിൽ നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കാം. ഓക്കെ, പക്ഷെ നിങ്ങളുടെ കയ്യിലാണ് ചോയ്സ്, നിങ്ങൾക്ക് അവിടെ നിൽക്കണോ മാറിപ്പോകണോ. കാരണം ഇത് നിങ്ങൾക്ക് സ്ട്രെസ്സ് തരും, ഈ സിറ്റുവേഷൻ നിങ്ങളെക്കുറിച്ച് സ്ട്രെസ്സായിട്ട് ഇരുത്തും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ തീരുമാനിക്കുക ഇത് വേണോ വേണ്ടേ എന്നുള്ളത്. കാരണം ഇവിടെ ഡെത്ത് ഉണ്ട് ആൻഡ് സ്റ്റാർ ആണ്, റിന്യൂവൽ വരാനുള്ള സാധ്യതയാണ്. ഓക്കെ, പക്ഷെ ചില കാര്യങ്ങൾ മറിഞ്ഞിരിക്കുന്നുമുണ്ട്. ഓക്കെ, അതുകൊണ്ട് തന്നെ മീൻസ് കാര്യങ്ങൾ ഇപ്പോഴും വ്യക്തമല്ല, ക്ലിയർ അല്ല. ഓക്കെ, ആ പേഴ്സൺ അങ്ങനെ ക്ലിയർ ആയിട്ടൊരു ആക്ഷൻ അല്ല എടുക്കുന്നത്. ആഗ്രഹമുണ്ട് അവരുടെ മനസ്സിൽ. ഓക്കെ, നമ്മൾ നോക്കുമ്പോൾ കാണുന്നുണ്ട് അവർക്ക് ആഗ്രഹമുണ്ട് എന്നൊക്കെ. പക്ഷെ പ്രാക്ടിക്കലായിട്ട് നോക്കുമ്പോൾ ചെയ്യേണ്ട നമ്മൾ പറയില്ല, ഒരു കാര്യം ചെയ്യേണ്ടത് വരുമ്പോൾ അവിടെ അവർ ആ ഒരു കിങ്ങിൻ്റെ ലെവലിലല്ല നിൽക്കുന്നത്, നൈറ്റിൻ്റെ ലെവലിലാണ് നിൽക്കുന്നത്. എന്ന് വെച്ചാൽ ഒരു പടി താഴെ എന്ന് പറയാം, ഒരു പടിക്ക് താഴെയാണ്. ഓക്കെ, ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെയും മേലേക്ക് നമ്മൾ ഏസ് ഓഫ് പെൻഡിക്കിൾസിൻ്റെ ലെവലാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. പക്ഷേ വന്നത് നൈറ്റ് ഓഫ് പെൻഡിക്കിൾസ് ആണ്. എന്ന് വെച്ചാൽ പോരാ, അത്രയ്ക്ക് അങ്ങോട്ട് ഒരു മെച്യൂരിറ്റി അല്ലെങ്കിൽ ഒരു മെച്യൂർഡ് ആയിട്ടുള്ള ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു അറിഞ്ഞുകൊണ്ടുള്ള ഒരു കമ്മിറ്റ്മെൻ്റ് അല്ല. അവർ കുറച്ച് കാലം കൂടി ഇതൊരു ഹിഡൻ ആക്കി വെച്ച് അവർ ശ്രമിക്കാം എന്നാണ്. എന്ന് വെച്ചാൽ അവർ കുറ്റപ്പെടുത്താൻ നിവർത്തിയില്ല, സാഹചര്യങ്ങൾ ചിലപ്പോൾ അങ്ങനെ ആയിരിക്കാം. നിങ്ങളത് നോക്കി അണ്ടർസ്റ്റാൻഡിങ് നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ ഓക്കെ, നിങ്ങൾക്ക് കെയർ ഉണ്ട്, അവരോട് സ്നേഹമുണ്ട് നിങ്ങൾക്ക്. പക്ഷെ എന്നാലും നമ്മൾ പറയില്ലേ, ചില സാഹചര്യം നമുക്ക് സ്ട്രെസ്സ് തരുന്ന സാഹചര്യങ്ങളിൽ നമ്മൾ നിൽക്കണോ വേണ്ടേന്ന് നിങ്ങളുടെ കയ്യിൽ ആണ് തീരുമാനം എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു കാർഡ് കൂടി ഞാൻ എടുക്കുന്നു, ലാസ്റ്റ്. ഓക്കെ, എന്തായാലും സക്സസ് വരും ഇതിൽ. ഓക്കെ, ഐ തിങ്ക് നിങ്ങൾ വിചാരിക്കാതെ ഒരു സക്സസ്, ഈ റിലേഷൻഷിപ്പ് സക്സസ്സിലേക്ക് പോവാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു സക്സസ് നിങ്ങൾക്ക് കിട്ടുമെന്ന് പറയാം, രണ്ടും പറയാം. സോ തീരുമാനം പക്ഷേ നിങ്ങളുടെ കയ്യിലുണ്ട്. ഓക്കെ, ചോയ്സ് നിങ്ങളുടെ കയ്യിലുണ്ട്. റിലേഷൻഷിപ്പ് ബെറ്റർ ആവാനുള്ള സാധ്യതയുണ്ട്. അതേസമയം പക്ഷെ കുറച്ച് കാലം കൂടി ചിലപ്പോൾ നിങ്ങൾക്ക് സ്ട്രെസ്സും കാര്യങ്ങളും ഉണ്ടാവാം. സോ നിങ്ങൾക്ക് തീരുമാനം എടുക്കാം. ഓക്കെ, കമ്മിറ്റ്മെൻറ്റ് അവർ ആഗ്രഹിക്കുന്നുണ്ട്, തരുകയും ചെയ്യും. പക്ഷെ മേ ബി കുറച്ചുകൂടി ഡിസ്റ്റൻറ്റ് ഫ്യൂച്ചർ ആയിരിക്കാം, അതുകൊണ്ടായിരിക്കാം. ഓക്കെ, വരും, അവർ കമ്മിറ്റ്മെൻറ്റ് വരേണ്ട ഒരു സാധ്യത, ഒരു ചെറിയ പോസിബിലിറ്റി ഉണ്ട് ഇവിടെ, നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. പക്ഷെ എന്നാലും നിങ്ങൾ അത്ര കാലം വെയിറ്റ് ചെയ്യണോ, നിങ്ങൾ അത്ര കാലം അങ്ങനെ ഒരു സമയം കളയണോ എന്നൊക്കെ ഉള്ളത് നിങ്ങൾക്ക് ആലോചിക്കാം. ഞാൻ അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ആദ്യം തന്നെ പറഞ്ഞത് വേറൊരു വ്യക്തി വരും എന്നുള്ളത്. എൻ്റെ വായിൽ അങ്ങനെ അതുകൊണ്ടായിരിക്കും വന്നത്. ഓക്കെ, വേറെ നിങ്ങൾക്ക് കമ്മിറ്റ്മെൻറ്റ് തരുന്ന ഒരു വ്യക്തി ചിലപ്പോൾ വേറെ വരുമായിരിക്കും, അങ്ങനെയാവാം അല്ലേ. നിങ്ങൾ എന്തും സ്വീകരിക്കാൻ നിങ്ങൾ മനസ്സുകൊണ്ട് ഓപ്പൺ ആവാം. എനിവേ ആ മെച്യൂരിറ്റി നിങ്ങൾ ആദ്യം നിങ്ങളുടെ ഉള്ളിൽ കൊണ്ടുവരിക, കുറേ കൂടി സ്പിരിച്വലി നിങ്ങൾ ഗ്രോ ചെയ്യാം. അപ്പം നിങ്ങൾക്ക് എന്നാ മനസ്സിലാവും എന്താണ് നിങ്ങൾക്ക് നല്ലത് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങൾ യൂണിവേഴ്സിൻ്റെ ഗൈഡൻസ് ചോദിക്കുക, മെഡിറ്റേഷൻ കാര്യങ്ങളൊക്കെ ചെയ്യാം, ഒക്കെ നല്ലതാണ്. ഓക്കെ, ഫ്ലർട്ട്, ചിൽഡ്രൻ, ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ മാരേജിൻ്റെ കാര്യം, ഹണിമൂൺ, കെമിസ്ട്രി, ഫ്രീ യുവർ സെൽഫ്, ഒന്നും കൂടി എടുത്തേക്കാം, കൺഫ്യൂഷൻ, കീപ്പ് ആൻ ഓപ്പൺ മൈൻഡ്. ഓക്കെ, ആൻഡ് ദിസ് കുഡ് ബി ദ വൺ എന്നുണ്ട്. ഇതന്നെ ആയിരിക്കാം നിങ്ങളുടെ പേഴ്സൺ. ഓക്കെ, പക്ഷേ നിങ്ങളുടെ ഇടയിൽ ചിലപ്പോൾ റിലീജിയസ് ഫാക്ടേഴ്സ് പ്രശ്നം ഉണ്ടാവാം ചിലവർക്ക്. അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ നിങ്ങളെ തുറന്ന് സ്വീകരിക്കാൻ അവർക്ക് ബുദ്ധിമുട്ടുള്ളത്. ആ ഒരു കാര്യം കൂടി ആയിരിക്കാം. നിങ്ങൾ തമ്മിൽ വേറെ റിലീജിയനോ അങ്ങനത്തെ ആവാം, മതം വേറെ ആയിരിക്കാം, അങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടാവാം. ചിലവർക്ക് പറയുന്നുണ്ട് ഇതന്നെ ആയിരിക്കാം നിങ്ങളുടെ പേഴ്സൺ. ഓക്കെ, നിങ്ങളുടെ മൈൻഡ് ഓപ്പൺ ആക്കി വെക്കാൻ പറയുന്നുണ്ട്. എനിക്ക് കീപ്പ് ആൻ ഓപ്പൺ മൈൻഡ്. നിങ്ങൾക്ക് ഈ വ്യക്തിയെ നിങ്ങൾക്ക് തോന്നുന്നുണ്ട് ദാറ്റ് അവർ ഇപ്പം നിങ്ങളുടെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ഇപ്പം അവർക്ക് സാധിക്കില്ല, നിങ്ങൾ അണ്ടർസ്റ്റാൻഡ് ചെയ്ത് കുറച്ച് കാലം കൂടി നിൽക്കണം എന്ന് തോന്നിയാൽ നിങ്ങൾക്ക് ചെയ്യാം. ഓക്കെ, ഫ്ലേർട്ട് എന്ന് പറയുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ തമ്മിൽ പരസ്പരം
ഒരു നല്ല സമയങ്ങൾ വരാനുള്ള സാധ്യതയാണ്. ഫ്ലേർട്ടും ഹണിമൂണും ഒക്കെ ഉണ്ട് ഇവിടെ. ഓക്കെ, നിങ്ങൾ തമ്മിൽ മുന്നോട്ട് നിങ്ങൾ അണ്ടർസ്റ്റാൻഡിങ്ങിൽ നിങ്ങൾ കൊണ്ടുപോകാൻ തീരുമാനിച്ചാൽ ഓക്കെ, നിങ്ങൾ തമ്മിൽ ഒന്ന് സംസാരിക്കുക, കാര്യങ്ങളൊക്കെ സംസാരിച്ച് ക്ലിയർ ആക്കുക. അതിന് അങ്ങനെ ഒരു സമയം നിങ്ങൾക്ക് കിട്ടാനുള്ള സാധ്യതയുണ്ട് എന്നാണ് പറയുന്നത്. ആൻഡ് ഇവിടെ ചിൽഡ്രൻ, പക്ഷെ ചിലവർക്ക് ഞാൻ പറഞ്ഞു, ചിലവർക്ക് നിങ്ങളുടെ മാരീഡ് സിറ്റുവേഷൻസ് അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ കുട്ടികളുടെ കാര്യമാണ് നിങ്ങളുടെ ഇടയിൽ ചിലപ്പോൾ അഫക്റ്റ് ആവുന്നത്. ചിലവർക്ക് റിലീജിയൻ്റെ കാര്യമായിരിക്കാം, ചിലവർക്ക് കുട്ടികൾ മാരീഡ് അങ്ങനത്തെ ഉണ്ട്. പക്ഷെ നിങ്ങൾ തമ്മിൽ വളരെ അധികം കെമിസ്ട്രി ഉണ്ട് നിങ്ങൾ തമ്മിൽ. ഓക്കെ, ഒരു കണക്ഷൻ ഫീൽ ചെയ്യും നിങ്ങൾ. ഓക്കെ, അതുകൊണ്ടായിരിക്കും നിങ്ങൾക്ക് അതിൽ നിന്ന് മാറിപ്പോകാൻ നിങ്ങൾക്ക് സാധിക്കാത്തത്. പക്ഷെ ഫ്രീ യുവർ സെൽഫ് എന്ന് പറയുന്നുണ്ട്. ചിലവർക്ക് നിങ്ങളിതിൽ നിന്ന്, നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞ വാക്ക് അവേ കണ്ടിരുന്നു. ഓക്കെ, നിങ്ങൾക്ക് വേണമെങ്കിൽ തീരുമാനിക്കാം, ഇതിൽ നിന്ന് വിട്ടുപോകാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ തീരുമാനിക്കാം. അല്ലെങ്കിൽ ഒരു ഓപ്പൺ മൈൻഡ് വെച്ച് നിങ്ങൾക്കിത് അഡ്ജസ്റ്റ് ചെയ്ത് കുറച്ച് കാലം കൂടെയൊക്കെ വെയിറ്റ് ചെയ്ത് നോക്കാം. ആ ചോയ്സ് നിങ്ങളുടെ കയ്യിലാണ്. ഓക്കെ, ഇത് നിങ്ങളുടെ പേഴ്സൺ ആവാൻ ചാൻസ് ഉണ്ട്, നല്ലോണം ചാൻസ് ഉണ്ട്. പക്ഷേ എന്നാലും ഒരു ലിമിറ്റ് ഉണ്ട് അല്ലേ, ഒരു ലിമിറ്റ് ഉണ്ട് നമ്മൾ വെയിറ്റ് ചെയ്യുന്നതിൻ്റെയൊക്കെ. അപ്പോൾ നിങ്ങൾ ആ ഒരു എത്ര വെയിറ്റ് ചെയ്യണം എന്നൊക്കെ നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ സ്വയം തീരുമാനിക്കാം. ഓക്കെ, അതിനനുസരിച്ച് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാം. ഓക്കെ, ഇതാണ് ഇന്നത്തെ റീഡിങ്. എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.